ഹലോ. മലയാളത്തിലെ പ്രമുഖ സംവിധായകനായ പത്മരാജനെ കുറിച്ചാണ് ഞാനിന്നിവിടെ പറയുന്നത്. പി പത്മരാജൻ എന്നറിയപ്പെടുന്ന പത്മരാജൻ പത്മനാഭൻ പിള്ള 1945 മെയ് 23 ആലപ്പുഴ ജില്ലയിലെ മുതുകുളം ഹരിപ്പാട് ജനിച്ചു. മലയാള സാഹിത്യത്തിലും മലയാള സിനിമയിലും തന്റെ കൃതികൾക്ക് പേരുകേട്ട ഒരു ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ്, തിരക്കഥാകൃത്ത്, എഴുത്തുകാരൻ എന്നിവയിലെല്ലാം കഴിവ് തെളിയിച്ച വ്യക്തിയായിരുന്നു പത്മരാജൻ. 1980-കളിൽ ഭരതൻ, കെ ജി ജോർജ് എന്നിവരോടൊപ്പം മലയാള സിനിമയിൽ ഒരു പുതിയ ചലച്ചിത്ര നിർമ്മാണ വിദ്യാലയത്തിന്റെ സ്ഥാപകനായിരുന്നു അദ്ദേഹം. പപ്പേട്ടൻ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. 1975 മുതൽ 1991 വരെയാണ് സജീവമായി അദ്ദേഹം സിനിമാ മേഖലയിൽ നിന്നത്. പാലക്കാടുകാരിയായ രാധാലക്ഷ്മിയാണ് ഭാര്യ. 2 മക്കളായിരുന്നു. മകൻ അനന്തപത്മനാഭൻ എഴുത്തുകാരനും മാധവിക്കുട്ടി എന്ന ഒരു മകളും ഉണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് മുതുകുളത്ത് തുണ്ടത്തിൽ അനന്തപത്മനാഭൻ പിള്ളയുടെയും ഞവരക്കൽ ദേവകിയമ്മയുടെയും 6ാമത്തെ മകനായിരുന്നു പത്മരാജൻ. 1965 തൃശൂർ ആകാശവാണിയിൽ അനൗൺസറായി ചേർന്നു. 1986 വരെ ആകാശവാണിയിലെ ഉദ്യോഗം തുടർന്നു. സിനിമാ രംഗത്ത് സജീവമായതിനെ തുടർന്ന് ആകാശവാണിയിലെ ഉദ്യോഗം സ്വമേധയാ രാജിവെക്കുകയായിരുന്നു. പിന്നീട് തിരുവനന്തപുരത്തുള്ള പൂജപ്പുരയിൽ സ്ഥിരതാമസമാക്കി. കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അദ്ദേഹം കഥകൾ എഴുതി തുടങ്ങിയത്. കൗമുദി വാരികയിൽ പ്രസിദ്ധീകരിച്ച ലോല മിസ്ഫോർഡ് എന്ന അമേരിക്കൻ പെൺകിടാവ് എന്ന കഥയാണ് പത്മരാജന്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ രചന. ആകാശവാണിയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ച ശ്രദ്ധേയമായ ചെറുകഥാ സമാഹാരങ്ങളാണ് അപരൻ, പ്രഹേളിയ, പുകക്കണ്ണട എന്നിവ. മലയാള ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, സാഹിത്യകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്ന പി പത്മരാജൻ ഒരിടത്തൊരു ഫയൽവാൻ 1981, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ 1986, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ 1986, തൂവാനത്തുമ്പികൾ 1987, മൂന്നാം പക്കം 1988 തുടങ്ങിയവ പത്മരാജന്റെ മാസ്റ്റർ പീസുകളായി കണക്കാക്കപ്പെടുന്നു. 1991 പുറത്തിറങ്ങിയ ഞാൻ ഗന്ധർവനാണ് അദ്ദേഹത്തിന്റെ അവസാന ചലച്ചിത്രം. സംവിധായകൻ ഭരതനോടൊപ്പം നിരവധി മികച്ച ചലച്ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട് പത്മരാജൻ. പ്രേക്ഷകരെ മാനസികമായി വേട്ടയാടുന്നത് പോലെയുള്ള ക്ലൈമാക്സുകളാണ് അദ്ദേഹത്തിന്റെ ചലച്ചിത്രങ്ങൾക്ക് അധികവും. 1975 എഴുതിയ പ്രയാണമാണ് പത്മരാജന്റെ ആദ്യ തിരക്കഥ. ഭരതന്റെ സംവിധാനത്തിൽ ആ വർഷം തന്നെ പുറത്തിറങ്ങിയ ഈ ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഭരതൻ പത്മരാജൻ കൂട്ടുകെട്ടിൽ നിന്നുണ്ടായ സിനിമയാണ് പെരുവഴി അമ്പലം. ഇതിന്റെ സംവിധാനത്തിലൂടെയാണ് പത്മരാജൻ സ്വന്തമായി പേരെടുത്തു തുടങ്ങിയത്. സ്വന്തമായി സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടെ 36 തിരക്കഥകൾ രചിച്ചു. ദേശീയവും അന്തർദേശീയവുമായ നിരവധി ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഭരതന്റെയും കെ ജി ജോർജിന്റെയും കൂടെ മലയാള സിനിമയുടെ വളർച്ചയ്ക്കായി ഒരു സിനിമാ വിദ്യാലയം പത്മരാജൻ തുടങ്ങുകയുണ്ടായി. ഇത് കലാസിനിമയെയും വാണിജ്യ സിനിമയെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കാനുള്ളതായിരുന്നു. ഭരതനുമായി ചേർന്ന് പത്മരാജൻ പ്രവർത്തിച്ചിട്ടുള്ള സിനിമകളെല്ലാം സമാന്തര സിനിമയുടെയും വാണിജ്യ സിനിമയുടെയും ഇടയിൽ നിൽക്കുന്നത് എന്ന അർത്ഥത്തിൽ മധ്യവർത്തി സിനിമ എന്നറിയപ്പെടുന്നു. ലൈംഗികതയെ അശ്ലീലമായി അല്ലാതെ കാണിക്കുവാനുള്ള ഒരു കഴിവ് ഇരുവർക്കും ഉണ്ടായിരുന്നു. 36 ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയ പത്മരാജൻ 18 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിന്റെ കഥാതന്തു കേട്ടപ്പോൾ തന്നെ പത്മരാജന്റെ പത്നി ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ആ കഥ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടത്രേ. ഒരുപാട് തവണ മാറ്റിവെച്ചെങ്കിലും അവസാനം അദ്ദേഹം ആ സിനിമ ചെയ്യാൻ തയ്യാറാവുകയായിരുന്നു. ഒരുപാട് ദുശ്ശകുനങ്ങൾ ആ സമയത്ത് ഉണ്ടായതായി ഭാര്യ രാധാലക്ഷ്മി പത്മരാജനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ ഓർമ്മിക്കുന്നു. ഇതിലെ നായകനെ തീരുമാനിക്കാനായി പത്മരാജന് മുംബൈക്ക് പോകേണ്ട വിമാനം ഒരു പക്ഷി വന്നിടിച്ചത് മൂലം യാത്ര ഉപേക്ഷിച്ചു. ചിത്രീകരണ സമയത്ത് നായകന്മാർക്കും കുറെ അപകടങ്ങൾ പറ്റി. പത്മരാജനും കൊളസ്ട്രോൾ സംബന്ധമായ അസുഖവും പിടിപെട്ടു. 1991 ജനുവരി 23 പുലർച്ചെ കോഴിക്കോട്ടെ ഹോട്ടൽ പാരമൗണ്ട് ടവറിൽ വെച്ചായിരുന്നു പത്മരാജൻ മരണപ്പെടുന്നത്. തന്റെ അവസാന ചിത്രമായ ഞാൻ ഗന്ധർവൻ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾ സന്ദർശിക്കുന്നതിനുള്ള ഒരു പ്രൊമോഷണൽ ടൂറിന്റെ മധ്യത്തിൽ അദ്ദേഹം ഒരു രാത്രി ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു. ഹൃദയാഘാതം മൂലമായിരുന്നു മരണം. 45 വയസ്സായിരുന്നു പ്രായം. ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ധാരാളം വാരിക്കൂട്ടിയിരുന്നു. 1972 നക്ഷത്രങ്ങളെ കാവൽ എന്ന ചിത്രത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡും 1979 മലയാളത്തിലെ മികച്ച ഫീച്ചർ ഫിലിമായി പെരുവഴി അമ്പലവും തിരഞ്ഞെടുത്തു. 1986 മലയാളത്തിലെ മികച്ച ഫീച്ചർ ഫിലിം തിങ്കളാഴ്ച നല്ല ദിവസം. 1988 മികച്ച സംവിധായകനുള്ള ഫിലിം ഫെയർ അവാർഡ് അപരൻ എന്ന ചിത്രത്തിനുമായിരുന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ വാരിക്കൂട്ടിയ ചിത്രങ്ങൾ രാപ്പാടികളുടെ ഗാഥ, പെരുവഴി അമ്പലം,
കൂടെവിടെ, കാണാമറയത്ത്, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, നൊമ്പരത്തിപ്പൂവ്, അപരൻ, മൂന്നാം പക്കം, ഇന്നലെ, ഇതാ ഇവിടെ വരെ, രാപ്പാടികളുടെ ഗാഥ, രതി നിർവേദം, തകര. പത്മരാജൻ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന വാർഷിക ചലച്ചിത്ര സാഹിത്യ പുരസ്കാരമാണ് പത്മരാജൻ പുരസ്കാരം അല്ലെങ്കിൽ പത്മരാജൻ അവാർഡ്. ഇത് ഒരു ഫലകവും 10,000 രൂപയുടെ ക്യാഷ് അവാർഡും ഉൾക്കൊള്ളുന്നു. 2 വിഭാഗങ്ങളിലാണ് അവാർഡ് നൽകുന്നത്. മികച്ച ചെറുകഥയ്ക്കുള്ള പത്മരാജൻ അവാർഡും മികച്ച ചിത്രത്തിനുള്ള പത്മരാജൻ അവാർഡും. പത്മരാജന്റെ മരണം മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമായി കണക്കാക്കാം.